തൃശൂർ മുണ്ടത്തിക്കോട്ട് വെടിക്കെട്ട് പൂരയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്ന ഒരു വാർത്ത വരുന്നു. തൊഴിലാളികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നതെന്ന് വിവരം വരുന്നു. ശ്രീജിത്ത് ശ്രീകുമാറുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? സംഭവമാണ് എന്നാണ് ഏറ്റവും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുൻപാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോട്ടെ ഈ ഒരു വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നിരവധി തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു എന്നൊരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇത്തരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ അമിട്ടുകളും ഗുണ്ടുകളും അടക്കം നിർമ്മിക്കുന്നത്. ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരടക്കം അവിടെ പോയി ദൃശ്യങ്ങൾ പകർത്തി വന്ന ദിവസമാണ്. എന്തായാലും അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആംബുലൻസ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ വാർത്ത പുറത്തു വന്നത്. ഇപ്പോൾ ചില ദൃശ്യങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചില തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി മാത്രമാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന കടക്കപ്പുരയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇനി കാഷ്വാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നത് അല്പസമയത്ത് മാത്രമേ വ്യക്തമാക്കാനാകൂ. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത വരുന്നത്. ഈ വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം ഉണ്ടാകുമ്പോൾ അവിടെ എത്ര പേർ ജോലിക്കുണ്ടായിരുന്നു, എന്താണ് ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള പ്രാഥമിക വിവരങ്ങൾ ഏതാണ്ട് 20-ലധികം ആളുകൾ രാവിലെ തന്നെ അവിടെ ആ മേഖലയിൽ ജോലി ചെയ്തിരുന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതിൽ എത്ര ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചൊന്നും തന്നെ ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ ആംബുലൻസ് ഗ്രൂപ്പിൽ വന്ന ഇത്തരത്തിലുള്ള ഈ ഒരു സന്ദേശമാണ് മാധ്യമപ്രവർത്തകരെ അന്വേഷിപ്പിക്കാൻ കാരണമായത്. വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് അവിടുത്തെ പ്രാദേശികമായുള്ള ആളുകളും പറയുന്നുണ്ട്. പ്രാദേശികമായി അവിടുത്തെ പൊതുപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ വലിയ തോതിൽ ആംബുലൻസുകൾ ആ മേഖലയിലേക്ക് പോകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വലിയ കാഷ്വാലിറ്റി ആകാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് ഈ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളുകൾ പൂർണ്ണമായി പറയുന്നത്. തൃശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് പുരയിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന് എല്ലാ വർഷവും ഇവിടെ തന്നെ, അതായത് ഈ മുണ്ടത്തിക്കോട് തന്നെയാണ് ഇത്തരത്തിൽ സാമഗ്രികൾ, വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നത്. അവിടെയാണ് ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്താണ്, എത്രത്തോളം ഉണ്ട്, ചില തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു, അത് പ്രാഥമികമായ വിവരം മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ മറ്റു തരത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രാഥമികമായ ഒരു വാർത്ത മാത്രമാണ്. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു, ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു, വെടിക്കെട്ട് പുരയിൽ നിന്ന് വലിയ ശബ്ദം ഉണ്ടായിരിക്കുന്നു. അവിടെ ചില തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി വിവരം ലഭിക്കുന്നുണ്ട്. ഇതില്ല. ആശങ്കാജനകമായ വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന വെടിക്കെട്ട് പുരയിലാണ് ഈ സ്ഫോടനം എന്നാണ് മനസ്സിലാക്കുന്നത്. തൊഴിലാളികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നും പ്രാഥമികമായി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും തൃശ്ശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് എന്നതിൽ നമുക്ക് ഉറപ്പിക്കാനും പറ്റുന്നുണ്ട്. എത്രത്തോളം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു, ഏതാണ്ട് 20ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് തുടരുന്നത്. ശ്രീത്ത്, ഈ ആംബുലൻസ് ഗ്രൂപ്പിൽ വന്ന വിവരങ്ങൾക്കപ്പുറം പോലീസ് അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ലഭ്യമായിട്ടില്ല ദിൽന. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളെല്ലാവരും അവിടേക്കുള്ള യാത്രയിലാണ്. ദേവസ്വം ബോർഡ് അധികൃതരെ അടക്കം ഫോണിൽ ബന്ധപ്പെടാൻ ഇതിനകം തന്നെ സാധിച്ചിട്ടില്ല. അവരുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവരും ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരിക്കും. എന്തായാലും ആശങ്കാജനകമായ വാർത്തയാണ്. അതിനപ്പുറത്തേക്ക് ചില തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. ഇതൊരു പ്രാഥമികമായ വിവരമാണ്. ആ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നതിനെ കുറിച്ചുള്ളൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കുറച്ച് സീരിയസ് ആണ് എന്നാണ് ആംബുലൻസ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ആദ്യമേ പറയട്ടെ, ഇത് പ്രാഥമികമായ വിവരമാണ്. 20ഓളം തൊഴിലാളികൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ തൊഴിലാളികൾ എല്ലാവരും സുരക്ഷിതരാണോ, ആർക്കെങ്കിലും കൂടുതൽ പൊള്ളലേറ്റിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. തൊട്ടടുത്ത് തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുണ്ട്. സ്വാഭാവികമായി ഈ പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ അവിടേക്കായിരിക്കും എത്തിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെയുമായി ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മുണ്ടത്തിക്കോടാണ് ഈ ഒരു പ്രദേശം. നല്ല ചൂടാണ്. ഏതാണ്ട് 40 ഡിഗ്രിയോളം ചൂട് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. പാലക്കാട് ജില്ലയുടെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഈ മേഖലകളൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല ചൂട് എല്ലാ മേഖലകളിലും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ എന്താണ് കാരണം, പടക്കം പൊട്ടിത്തെറിച്ചതാണോ, അത് ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ തീ പടർന്നാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിൽന.
തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. തൊഴിലാളികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായ വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഒന്നിലധികം ആംബുലൻസുകൾ ഇവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും 20ഓളം തൊഴിലാളികൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു, ഈ വെടിക്കെട്ട് പുരയിൽ ഉണ്ടായിരുന്നു രാവിലെ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അവരിൽ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്തായാലും ഒന്നിലധികം ആളുകൾക്ക് ഈ അപകടത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആംബുലൻസ് ഗ്രൂപ്പിലേക്ക് ലഭിച്ച ആ പ്രാഥമികമായ ഒരു വിവരം മാത്രമാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന വെടിക്കെട്ട് പുരയിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. അല്പസമയം മുമ്പായിരുന്നു ഈ സ്ഫോടനം. തൊഴിലാളികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും അത് എത്ര പേർക്ക് ഈ അപകടത്തിൽ പൊള്ളലേറ്റു, അവരെ ഏതൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും വലിയൊരു അപകടത്തിലേക്കോ അപായത്തിലേക്കോ പോകരുത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എസ് തിരുവമ്പാടി വിഭാഗത്തിന്റെ പടക്കം നിർമ്മിക്കുന്നതിനുള്ള വെടിക്കെട്ട് പുരയ്ക്കാണ് തീപിടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 20ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തതകൾ, സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഈ ആശങ്കാജനകമായ വാർത്ത തൃശൂരിൽ നിന്ന്, മുണ്ടത്തിക്കോടിൽ നിന്ന് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.